ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങുമായിട്ടാണ്. കല്യാണ പാർട്ടികളിൽ ഞാൻ വിൽക്കുന്ന പൈനാപ്പിൾ പുഡിങ്ങാണ് കേട്ടോ. അത് ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചെറിയൊരളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സോക്കാവാനും അതുപോലെ മെൽറ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് പൈനാപ്പിളാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാലും പൈനാപ്പിൾ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് മതി. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത അളവിൽ. പക്ഷേ ഇത്രയൊന്നും വേണമെന്നില്ല, ഇതിൻ്റെ പകുതി ആയാലും മതി കേട്ടോ. നമുക്ക് പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ വേവിക്കാൻ വെള്ളം ചേർക്കണ്ട, പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കേണ്ടത്. പൈനാപ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങും, പിന്നെ പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ അതിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്, പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അധികമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പോലെ ഡ്രൈ ആവാൻ നിൽക്കണ്ട, അപ്പോൾ പൈനാപ്പിൾ വെന്തുടയും. അപ്പോൾ കുറച്ചൊരു ഇതുപോലെ ഒരു നനവുള്ള ടൈമിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ പൈനാപ്പിൾ വേവിച്ചപ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെച്ച അതേ സമയം തന്നെ നമ്മൾ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. അപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, തിളപ്പിക്കണ്ട കേട്ടോ. പാല് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് തിളപ്പിക്കാതിരിക്കുകയാണ് നല്ലത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ പാലിപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര മാത്രം ചേർത്താൽ പോരാ, കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർക്കണം കേട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പാല് ചൂടായതിനു ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാല് ചൂടാക്കുന്ന അതേ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. രണ്ടും ഒരേ ടൈമിൽ ചെയ്യണം കേട്ടോ. ചൈന ഗ്രാസ് ചേർത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ വെറും 2 ഡ്രോപ്സ് ആണ് കേട്ടോ ചേർക്കുന്നത്, കൂടുതലൊന്നും ചേർക്കണ്ട. അപ്പോൾ ഭയങ്കര ഒരു കുത്തായിരിക്കും പൈനാപ്പിൾ എസൻസിൻ്റെ. അപ്പോൾ 2 ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ്ങിന് നമ്മൾ പൈനാപ്പിൾ എസൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്ലേവർ ഉണ്ടാക്കുന്നത്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളറും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലെമൺ യെല്ലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും 2 ഡ്രോപ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടല്ല കേട്ടോ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ കളറും എസൻസും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടോ നമ്മുടെ പുഡിങ്ങിന് നല്ല യെല്ലോ കളറും കിട്ടിയിട്ടുണ്ട്, അതുപോലെ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ അരിച്ചിട്ട് വേണം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ കിടക്കുന്ന തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ കുറച്ച് തരികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് പുഡിംഗ് മിക്സ് ഒഴിച്ചപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കുമിളകളുണ്ട് കേട്ടോ. ആ കുമിളകൾ എടുത്ത് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് സെറ്റായി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുമിളകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇത് പകുതി സെറ്റായതിനു ശേഷമാണ് കേട്ടോ ഗാർണിഷ് ചെയ്യുന്നത്. ചൂടോടുകൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോവും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ പകുതി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയിൽ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുഡിങ്ങിൻ്റെ ഉള്ളിലും പൈനാപ്പിൾ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൈനാപ്പിൾ ഏതായാലും കുറേ ഉണ്ട്, അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ തണുത്ത് കിട്ടും. പുഡിംഗ് നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പോൾ തണുപ്പിച്ച് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നല്ല മധുരം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വിൽക്കുന്ന ഈ പുഡിങ്ങൊക്കെ കല്യാണ ഓഡിറ്റോറിയത്തിൽ അവർ ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുന്നത്. ഐസ്ക്രീമിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ പുഡിങ് മാത്രമായിട്ടാണ് സെർവ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി റിച്ചി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ് കേട്ടോ ഈ പൈനാപ്പിൾ പുഡിങ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്